ഇതാണ് നമ്മുടെ സുഖിയൻ റെസിപ്പി. ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സുഖിയൻ വാങ്ങിച്ചതിന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എന്തോ ഒരു ടേസ്റ്റ് കൂടുതൽ പോലെ എനിക്ക് തോന്നി. സാധാരണ സുഖിയൻ ഞാൻ അത്ര കഴിക്കാറില്ല, പക്ഷേ ഇന്നലെ കഴിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനകത്തിൽ എക്സ്ട്രാ എന്താ ഉള്ളതെന്നൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഇതൊക്കെ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 1 കപ്പ് ചെറുപയർ കഴുകി കുക്കറിലിട്ട് 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അതങ്ങ് വേവാൻ വേണ്ടി വെച്ചു. ബാറ്ററിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും 2 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇടിയപ്പപ്പൊടിയാണ് ചേർത്തത്. 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഒരു 1.25 കപ്പ് വെള്ളം വേണ്ടി വന്ന്. ബാറ്റർ ഇതുപോലെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 1 ടീസ്പൂൺ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതാണ്, അതും ചേർത്ത് കൊടുത്തു. പിന്നെ പയറിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുത്തതാണ്. അരിച്ചെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സുഖിയനകത്ത് കണ്ടൊരു സാധനമായിരുന്നു കേട്ടോ, അവല്. ഒരു 1/2 കപ്പ് അവലും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പയറൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോവാതെ ഇങ്ങനെ കുറച്ച് നല്ല തിക്കായിട്ട് കിട്ടി. ഇതുപോലത്തെ ബോളുകളാക്കി ഉരുട്ടിയെടുത്തിട്ട് അതിനെ നമ്മുടെ മാവിലോട്ട് മുക്കി തിളച്ച എണ്ണയിലോട്ടിട്ട് 2 സൈഡും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ്. മാവ് മാത്രം ഒന്ന് കുക്കായാൽ മതിയല്ലോ. ഹൈ ഫ്ലെയിമിൽ 2 സൈഡും ഒന്ന് നന്നായിട്ട് മുരിയിച്ചെടുത്തു. അപ്പം നമ്മുടെ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയുമല്ലോ കേട്ടോ, നല്ല അടിപൊളി സുഖിയനായിരുന്നു.